ഹായ് ഫ്രണ്ട്സ്, 2025 ജൂലൈ 23 പുതിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്കും അതുപോലെ തന്നെ 18 വയസ്സ് കഴിഞ്ഞവർക്കും ഈ വോട്ടർ പട്ടികയിൽ നമുക്ക് പേര് ചേർക്കാം. നിലവിലെ വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക് പേര് മാറ്റുന്നതിനും ഈ സമയം നമുക്ക് സാഹചര്യമുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത് വോട്ടർ പട്ടികയിൽ പുതിയതായിട്ട് എങ്ങനെ ഒരു പേര് ചേർക്കാം എന്നതിനെ കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പൊ ഇതിനാദ്യം നിങ്ങളുടെ ബ്രൗസറിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് എൻ്റർ ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും അവിടെ വരുന്നത്. ഇവിടെ ആദ്യം കാണുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുക. അപ്പം ഇങ്ങനെ ഒരു പേജ് വന്നു. ഇവിടെ നമുക്ക് പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക കുറെ കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് അതിനുശേഷം നമ്മൾ ഈ മുകളിൽ കാണുന്ന വലതുവശത്ത് കാണുന്ന ഈ ഇൻഡു മാർക്കിൽ ക്ലിക്ക് ചെയ്ത് അത് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വന്നു. ഇവിടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കേരളയുടെ ഒരു അനൗൺസ്മെന്റ് താഴെ കാണുന്നുണ്ട്. അത് വിശദമായിട്ടൊന്ന് വായിച്ചു നോക്കുക. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വെബ്സൈറ്റിന്റെ വലത്തുഭാഗത്ത് മുകളിലുള്ള സൈനിങ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് കുറെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വിശദമായിട്ട് തന്നെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതെല്ലാം ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷം നമുക്ക് ഈ മുകളിൽ കാണുന്ന സൈനിങ് എന്നുള്ളൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഇവിടെ സൈനിങ്. അപ്പോൾ സൈനിങ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വന്നു. ഇവിടെ നമുക്ക് നിലവിലെ ഈ സൈറ്റിൽ പ്രവേശിക്കുന്നതിന് നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും അത്യാവശ്യമാണ്. യൂസർ നെയിമും പാസ്വേഡും ഉള്ളവർക്ക് അത് രണ്ടും എൻ്റർ ചെയ്ത് ക്യാപ്ച കോഡും കൂടെ എൻ്റർ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അതല്ലെങ്കിൽ പുതിയതായിട്ട് കയറുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ സിറ്റിസൺ രജിസ്ട്രേഷൻ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് തുടർന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മൊബൈൽ നമ്പറിലും അതുപോലെ ഒരു മൊബൈൽ നമ്പർ വെച്ച് 11 അപേക്ഷകർ എന്ന് പറയുമ്പം അതിനകത്ത് പുതിയ പേര് ചേർക്കുന്നതാവാം, അല്ലെങ്കിൽ പേര് മാറ്റുന്നതാവാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വാർഡിൽ നിന്ന് വാർഡിലേക്ക് മാറ്റുന്നതാവാം. ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന് 11 അപേക്ഷകളാണ് ഇതിന്റെ ഒരാൾക്ക് ഒരു സമയം സാധിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം നമ്മൾ നേരെ താഴേക്ക് പോകുമ്പോൾ സിറ്റിസൺ രജിസ്ട്രേഷൻ എന്നുള്ളൊരു ഭാഗം, ഈ കാണുന്ന സിറ്റിസൺ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗം കാണും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ സിറ്റിസൺ രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ പേര് ഇവിടെ കൃത്യമായിട്ട് പേര് എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ആ മൊബൈൽ നമ്പർ ഒന്നും കൂടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഒരു പാസ്വേഡ്, ഒരു പാസ്വേഡ് നമ്മൾ സൃഷ്ടിക്കുക. ആ പാസ്വേഡിന്റെ അത് തന്നെ താഴേക്ക് ഒന്നും കൂടെ എൻ്റർ ചെയ്യുക. ചെയ്തതിന് ശേഷം ഈ കാണുന്ന ടെസ്റ്റ് ഇവിടോട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ ടെസ്റ്റ് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഈ ഐ ഹാവ് റീഡ് ആൻഡ് അക്സെപ്റ്റ് എന്ന് പറയുന്ന നമ്മൾ ഇത് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്ന ഈ ഒരു ആരോ ഇവിടെ കോളത്തിൽ ടിക്ക് ഇടുക. അപ്പൊ ടിക്ക് ഇട്ട് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുക. ഈ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു യൂസർ നെയിം നമ്മൾ ഇപ്പം ചെയ്തു കൊടുത്ത ഒരു പാസ്വേഡും നമുക്ക് ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. യൂസർ നെയിമായിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ ആയിരിക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു പേജിൽ നിന്ന് നമുക്ക് രജിസ്ട്രേഷൻ പൂർത്തിയായ ശേഷം നമ്മൾ ലോഗിൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനുശേഷം ഈ കാണുന്ന സൈനിങ്ങിൽ തന്നെ പോവുക. സൈനിങ്ങിൽ പോയി കഴിയുമ്പം നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഇവിടെ പെൻ അല്ലെങ്കിൽ ബാർ മൊബൈൽ നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൊബൈൽ നമ്പർ ഇവിടെ യൂസർ നെയിമായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കാം. ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുകയാണ്. അതുപോലെ പാസ്വേഡും കൊടുത്തു. ഈ താഴെ കാണുന്ന ആ ഇമേജ് ഇവിടെ ടെസ്റ്റ് ഇമേജ് ആണ്. അത് കൃത്യമായിട്ട് തന്നെ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് നമ്മൾ ഇവിടെ വന്നു. ഇവിടെ നമുക്ക് ഇപ്പം നമ്മൾ ഈ നമ്പറിൽ അപേക്ഷയൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഒരു പുതിയ നമ്പറിലാണ് ഞാനിപ്പം അത് സൈറ്റിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ നോ ഡാറ്റ ഫൗണ്ട് എന്നാണ് നമുക്കിവിടെ കാണിക്കുന്നത്. നമുക്ക് ഇപ്പം ഫോം 4 കാണിക്കുന്നുണ്ട്. അതവിടെ നൈം ഇൻക്ലൂഷൻ ആണ് ഈ ഫോം 4 നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പുതിയൊരു വോട്ടറെ ചേർക്കുന്നത് ഫോം 4. ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നൈം ഇൻക്ലൂഷൻ ആണ്. അത് ഫോം 4 ചെയ്യുന്നത്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും നൈം ഇൻക്ലൂഷൻ എന്ന് വെച്ചാൽ കൂട്ടിച്ചേർക്കലുകൾ. അവിടെ സ്റ്റെപ്പ് 1 ഉണ്ട്, സ്റ്റെപ്പ് 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. അങ്ങനെ 5 സ്റ്റെപ്പുകളാണ് നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പുതിയതായിട്ട് പേര് ചേർക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അതിനെക്കുറിച്ചുള്ള
ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരങ്ങൾ താഴെ എഴുതിയിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. ഇപ്പം നമുക്ക് ഇവിടെ വേണ്ടത് തിരഞ്ഞെടുക്കുന്നത് നിലവിൽ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ഭാഗമാണ് നമ്മളിവിടെ പുതിയതായിട്ട് ഒരാളെ ചേർക്കുമ്പോൾ നമ്മൾ ഇത് തിരഞ്ഞെടുക്കേണ്ടത്. ഞാനിവിടെ ഇത് തിരഞ്ഞെടുക്കുന്നു. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് അത് കംപ്ലീറ്റ് ആയി. ഇനിയും നമുക്കുള്ള സ്റ്റെപ്പുകൾ 2, 3, 4, 5 സ്റ്റെപ്പുകളാണ്. അപ്പം അടുത്തതായിട്ട് വന്നിരിക്കുന്ന സ്റ്റെപ്പിൽ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേര് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ വാർഡും പോളിംഗ് സ്റ്റേഷനും തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നമ്മുടെ ഏത് തദ്ദേശ സ്ഥാപനത്തിലാണോ നമ്മൾ ഈ വോട്ട് ചെയ്യാൻ നമ്മുടെ വോട്ട് നിലവിൽ വേണ്ടത്, അവിടുത്തെ ഡിസ്ട്രിക്ട് ആദ്യം സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ നമുക്ക് ഇവിടെ റീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് അനുയോജ്യമായ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതെല്ലാം കൃത്യമാണോ എന്ന് നോക്കിയതിന് ശേഷം ഇവിടെ സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. അപ്പം നമുക്ക് കാണാം നമ്മുടെ രണ്ടാമത്തെ സെക്ഷനും നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 3, 4, 5 സെക്ഷനാണ് ഉള്ളത്. ആ മൂന്നാമത്തെ സെക്ഷന്റെ ഭാഗമായിട്ട് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിലെ നിങ്ങളുടെ കുടുംബാംഗത്തിന്റെയോ അയൽവാസിയുടെയോ സീരിയൽ നമ്പർ കൊടുക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം മലയാളത്തിൽ തന്നെയാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ആ വോട്ടർ പട്ടികയുടെ സീരിയൽ നമ്പർ ഇവിടെ ആരുടെയാണോ ആ ഒരു സീരിയൽ നമ്പർ നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ നോക്കി ആ സീരിയൽ നമ്പർ കണ്ടുപിടിച്ച് നമ്മളിവിടെ കൊടുക്കേണ്ടതാണ്. അതിനുശേഷം താഴെ ഒരു ചോദ്യമുണ്ട്, താഴെ ഒരു സെലക്ഷൻ ഉണ്ട്. ആ സെലക്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ചോദിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് നെയ്ബർ ആണോ ഫാമിലി മെമ്പർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മുടെ അയൽവക്കക്കാരനാണെങ്കിൽ നെയ്ബർ കൊടുക്കാം, നമ്മൾ ഫാമിലിയിൽ നിന്നുള്ള ഒരാളാണെങ്കിൽ ഫാമിലി മെമ്പർ കൊടുക്കാം. ഇവിടെ ഞാൻ ഫാമിലി മെമ്പർ കൊടുക്കുകയാണ്. അതിനുശേഷം വോട്ടർ ഇൻഫർമേഷൻ ആണ്. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വോട്ടറിന്റെ നെയിം കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ മൊബൈലിൽ നമ്മൾ ചെയ്യുന്നെങ്കിൽ വളരെ എളുപ്പം നമുക്ക് മലയാളത്തിലും ഇത് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇംഗ്ലീഷിൽ വോട്ടറിന്റെ നെയിം കൊടുക്കുക, അതുപോലെ തന്നെ ആ പേര് തന്നെ മലയാളത്തിൽ ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുക. ലോക്കൽ ലാംഗ്വേജ് ചോദിച്ചിട്ടുണ്ട്, അത് മലയാളത്തിൽ തന്നെ നമുക്ക് കൊടുക്കാം. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്, പിന്നീട് ജെൻഡർ, പിന്നെ അതുപോലെ മൊബൈൽ നമ്പർ ചോദിച്ചിരിക്കുന്നു. ആ മൊബൈൽ നമ്പർ ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മുകളിൽ ഈ നീല കോളത്തിൽ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പഴയ വാർഡും വീട്ടു നമ്പറുമാണ്. അതിന്റെ സബ് നമ്പരും വല്ലതും ഉണ്ടെങ്കിൽ അത് ഈ കോളത്തിൽ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഈ വീട്ടു നെയിമും അത് ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ പ്ലേസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ പോസ്റ്റ് ഓഫീസ് ഇംഗ്ലീഷും മലയാളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിൻകോഡ് കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ ഐഡന്റിറ്റി കാർഡ് ഇൻഫർമേഷൻ ആണ്. ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി കാർഡ് അത് കൃത്യമായിട്ട് ആ കാർഡിന്റെ നമ്പർ അത് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കാർഡിന്റെ അത് കൊടുക്കുക. അതുപോലെ തന്നെ ഗാർഡിയൻ ഇൻഫർമേഷൻ ചോദിച്ചിട്ടുണ്ട്, അത് ഗാർഡിയന്റെ പേര് അത് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കുക. അതിനുശേഷം ഗാർഡിയൻ അത് ആരാണെന്നുള്ളത് ചോദിച്ചിരിക്കുന്നു. അതിവിടെ സെലക്ട് ചെയ്ത് ഫാദർ, മദർ, ഹസ്ബൻഡ്, ഗാർഡിയൻ ഇത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇത്രയും സെലക്ട് ചെയ്ത് നമ്മൾ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ 1, 2, 3 ഭാഗം ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഇനിയും 4ാമത്തെ ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അവിടെ നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്, ഇത് വായിച്ചു നോക്കുക. ഇമേജ് അപ്ലോഡ് സ്പെസിഫിക്കേഷൻ ആണ്. നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള കാര്യമാണ് പറയുന്നത്. ഫോട്ടോ എപ്പോഴും JPG ഫോർമാറ്റിലായിരിക്കണം. ഫോട്ടോയുടെ വിഡ്ത്തും ഹൈറ്റും പറയുന്നത് 240 പിക്സലും 320 പിക്സലും ആയിരിക്കണം എന്നാണ്. അതുപോലെ ഫോട്ടോയുടെ സൈസ് 5 KB-ക്കും 30 KB-ക്കും ഇടയിലായിരിക്കണം. അപ്പം അതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ ഒരു ഗ്യാലറിയിലുള്ള ഫോട്ടോ തന്നെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം അപ്ലോഡ് ഫോട്ടോ എന്നുള്ള ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് എടുക്കേണ്ടതുകൊണ്ട് നമ്മൾ ചൂസ് ഫയൽ എന്നുള്ള ഈ കോളത്തിൽ ക്ലിക്ക് ചെയ്യും. ഗ്യാലറിയിൽ ഒരു ഫോട്ടോ ഇവിടെ ക്ലിക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഫോട്ടോയിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുത്തണമെങ്കിൽ നമുക്ക് ആ ഫേസ് മാത്രമായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്കിവിടെ അലൈൻ ചെയ്ത് വെക്കാവുന്നതുമാണ്. അത് കൃത്യമായിട്ട് വെച്ചതിന് ശേഷം അപ്ലോഡ് ഫോട്ടോ എന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെ കാണുന്നുണ്ട്. അത് അപ്ലോഡ് ഫോട്ടോ എന്നുള്ള ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഫോട്ടോ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്നും പറയുന്ന ഒരു മെസ്സേജ് അവിടെ വന്നു. അത് വന്നതിന് ശേഷം നമ്മൾ ഈ പ്രൊസീഡ് താഴെ കാണുന്ന പ്രൊസീഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യും. അപ്പൊ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണാം നമ്മൾ 1, 2, 3, 4 സ്റ്റെപ്പ് പൂർത്തീകരിച്ചു. ഇനി 5ാമത്തെ സ്റ്റെപ്പാണ്. ഈ 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ കൺഫേം ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ ഈ ചെയ്തിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. ഡിസ്ട്രിക്ട്, അതുപോലെ തന്നെ ലോക്കൽ ബോഡി, വാർഡ്, അതുപോലെ നമ്മുടെ പോളിംഗ് സ്റ്റേഷന്, അങ്ങനെ നമ്മൾ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അതെല്ലാം കൃത്യമാണോ എന്ന്, നമ്മുടെ ഏജ് എല്ലാം കൃത്യമാണോ എന്നെല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ എല്ലാം നോക്കി ഒന്ന് മനസ്സിലാക്കും. കൺഫേം ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ഈ കാണുന്ന റെഡിൽ കൺഫേം ആപ്ലിക്കേഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് വന്നു.
ദിസ് ആപ്ലിക്കേഷൻ ഈസ് ഓൾറെഡി കൺഫേംഡ്, ആപ്ലിക്കേഷൻ ഐ ഡി ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഡേറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, എന്നാണോ നമ്മൾ ഈ അപേക്ഷ കൊടുത്ത ഈ ഡേറ്റ്, അതുപോലെ തന്നെ അപ്പിയർ ഹിയറിംഗിന്റെ ഉള്ള ഡേറ്റ് നമുക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ആ ഹിയറിംഗിന്റെ സമയം എല്ലാം കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ ഈ നമുക്ക് പ്രിന്റ് ഫോം നമുക്ക് പ്രിന്റ് എടുക്കാം, അല്ലെങ്കിൽ ഈ പ്രിന്റ് ഹിയറിംഗ് നോട്ടീസ് എന്ന് പറയുന്ന ഒരു ഹിയറിംഗ് നോട്ടീസ് നമുക്ക് ഇവിടെ കാണാം. അങ്ങനെ ആ ഹിയറിംഗ് നോട്ടീസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ആ ഹിയറിംഗ് നോട്ടീസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പ്രിന്റ് എടുത്തിട്ട് നമുക്ക് ആ ഹിയറിംഗിന് പോകുന്ന സമയത്ത് ഇത് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കേരള എന്ന നമ്മൾ ഇത് സൈറ്റിലൂടെ നമ്മൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ ഈ ഹൈപ്പ് എന്ന് പറഞ്ഞ പുതിയ ബട്ടൺ താഴെയുണ്ട്, കമന്റ് ചെയ്യുന്ന വലതു സൈഡിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.